കുഴപ്പമില്ല, കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? പടത്ത് ഒരു ഹൊറർ മൂവി. പ്രഭാസ് കൊള്ളാം, കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ല സിനിമ, കൊള്ളാം. പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. പ്രഭാസ് വെറുതെ എന്തിനാ പുള്ളി ഇതൊക്കെ ചെയ്തതെന്നാണ് ഡൗട്ട്. വെറുതെ ഒന്നുമില്ല. VFX വളരെ മോശമാണ്. കഥ സ്റ്റോറി ബേസ് ആണെങ്കിൽ വളരെ മോശമാണ്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാമെന്നല്ലാണ്ട് 3 മണിക്കൂറിൻ്റെ ഒരു സംഭവം ഈ പടത്തിലേ ഇല്ല അവിടെ അടുത്ത്. 2026 തുടക്കം തന്നെ മൂഞ്ചി ജാതി വരാതെ അങ്ങനെ അഡ്രസ് ഇടുക. അങ്ങനെ എന്താ പടം കൊള്ളൂലെങ്കിൽ അങ്ങനെ ചെല്ലല്ലേ പറഞ്ഞത്. 3 മണിക്കൂർ ചുമ്മായിട്ട് വലിപ്പിക്കണം. VFX ഒക്കെ പിന്നെ പറയണ്ട. ആദ്യം കുറിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സാധനം ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. എന്തൊക്കെ കുറെ 3 നാഴികമാരെ കൊണ്ടുവന്ന് എങ്ങോട്ടൊക്കെയാ പടം കൊണ്ടുപോകണം. ആബ്സൊല്യൂട്ട് മലങ്കെട്ട് നമുക്ക് വേറെ ഒന്നും പറയാം. മലങ്കെട്ട് മറമെന്ന് പറയുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുക. അതുപോലും പറ്റത്തതാണ്. ചേട്ടാ പ്രവാസിനെ കണ്ടോണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല പടത്തിൽ കാണാൻ. ഒട്ടും പറഞ്ഞത് ഫുള്ളും വേസ്റ്റാണ് സിനിമ. പ്രവാസ് ഇങ്ങനെ ഒരു കഥാപാത്രം ചൂസ് ചെയ്യാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ബ്രോ. സത്യമായിട്ട് എല്ലാമേ വേസ്റ്റ്, പൈസ വേസ്റ്റ്, സമയം വേസ്റ്റ്, എല്ലാം വേസ്റ്റ് ബ്രോ. സീരിയസ്ലി ഒന്നുമില്ല പടത്തിൽ, പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. അവിടെ കുറച്ച് സീൻസൊക്കെ കാര്യങ്ങളൊക്കെ കൊള്ളാം, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. 3 മണിക്കൂറിൻ്റെ ആവശ്യമില്ല. പുള്ളിയുടെ പഴയ ആദിപുരുഷനൊക്കെ വേറൊരു സാധനം, അത്രേ ഉള്ളൂ. അവസാനം ക്ലൈമാക്സിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് മാത്രം കുറച്ച് കൊള്ളാമെന്നല്ലാണ്ട് വേറെ ഒന്നും എടുത്തു പറയാനൊന്നുമില്ല. പിന്നെ BGM ഒക്കെ പിന്നെയും കുറച്ചും കൂടെ കൊള്ളാം. VFX ഒക്കെ വളരെ മോശമാണ്. ചില സീൻസൊക്കെ ഇത്രയും പൈസ മുടക്കി എന്തിനും VFX ചെയ്തെന്ന് പറഞ്ഞ ചില സീൻസ് ഉണ്ട് അതിനകത്ത്. മാജിക്കൽ റിയലിസം എന്ന തീം വെച്ച് എടുത്തിട്ടുള്ള സിനിമയാണ്. നമ്മളിത് ക്ലാസിസമായിട്ടോ സിംബലിസമായിട്ടോ ഈ റൊമാൻറ്റിസമായിട്ടോ എന്ന കാഴ്ചപ്പാടിൽ ഈ സിനിമ കാണാൻ പാടില്ല. ഇതിൻ്റെ പകുതി പാർട്ട് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫാണ്, കോമഡിയും എല്ലാം കൂടി. പകുതിക്ക് ശേഷം മാജിക്കും റിയലിസവും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ കാണുന്നവർ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഗ്രേറ്റ്.